ഞാൻ ഫാദർ ടോം ജോസ്, വിജയപുരം രൂപതയിലെ മുണ്ടക്കയം സെൻറ് മേരീസ് പള്ളി വികാരിയാണ്. 1991 ഡിസംബർ 23 ഈശോയുടെ പൗരോഹിത്യത്തിൽ ഞാൻ വൈദികനായിട്ട് ശുശ്രൂഷ ദൗത്യം ഏറ്റെടുത്തത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയതിനെക്കുറിച്ച് പറയുവാനും പങ്കുവയ്ക്കുവാനും സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ ഏറ്റവും കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ 2-3 വയസ്സൊക്കെ ഉള്ളപ്പോൾ മമ്മിയുടെ മടിയിൽ കിടന്നുകൊണ്ട് കൊന്ത പ്രാർത്ഥനയുടെ അവസാനത്തിൽ ലുത്തിനിയായിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഒക്കെ വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചൊല്ലിയിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് മാതാപിതാക്കന്മാരൊക്കെ അത് ഏറ്റുപറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ലുത്തിനിയ യഥാർത്ഥത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. അടുത്ത കാലത്ത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സമകാലിക ലോകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ആവശ്യകതയും വെളിവാക്കുന്ന രീതിയിൽ 3 പ്രത്യേക നിയോഗങ്ങൾ ലുത്തിനിയയിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ലുത്തിനിയ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഏതോ തരത്തിൽ പങ്കുചേർന്നു. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപ മാത്രമാണ് എല്ലാത്തിനും ഉള്ളത്. മറിയത്തിൻ്റെ സാമീപ്യമാണ് അനുഗ്രഹമായിട്ടുള്ളത്, ആശ്വാസമായിട്ടുള്ളത്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക മാത്രമാണ് ബലമായിട്ടുള്ളത്. കർത്താവിൻ്റെ ദാനങ്ങളെ ബലമായിട്ടുള്ളൂ. അത് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് സന്നിഹിതനാണ്. ഖാനായിൽ എന്നതുപോലെ മറിയവും നമുക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം സന്നിഹിതയാണ്. ലുത്തിനിയ പ്രാർത്ഥനയുടെ ആ ഒരു വളർച്ചയിൽ നിന്ന് 1-ാം ക്ലാസ്സിലോ അതിനു മുമ്പോ ഒക്കെ തന്നെ കൊന്ത ചെല്ലാനായിട്ട് ഞാൻ പഠിച്ചു. മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന 14 പ്രാവശ്യം പ്രാർത്ഥിച്ച ശേഷം മുഴുവൻ കൊന്തയും ചൊല്ലിയിട്ടാണ് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് സായാഹ്നങ്ങളിൽ പോന്നിട്ടുള്ളത്. എൻ്റെ ഭവനം പള്ളിയോട് വളരെ അടുത്താണ്. ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, സെമിനാരി പഠിക്കുമ്പോൾ സെമിനാരിലെ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് സെമിനാരി ചാപ്പലിലേക്ക് എത്താനുള്ള ദൂരം പോലും എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്താനുണ്ടായിരുന്നില്ല. പള്ളിയിലെ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനകളും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഓർക്കുന്നത് എൻ്റെ ബാല്യകൗമാരങ്ങളിൽ ഞാൻ സെമിനാരി ചേർന്ന് കഴിഞ്ഞുണ്ടായിരുന്ന 2 വികാരിച്ചന്മാർ, അന്നേ രീതി അനുസരിച്ച് 11-12 വർഷങ്ങളൊക്കെ അച്ഛന്മാർ അവിടെ ഉണ്ടായിരുന്നു. അച്ഛന്മാരെപ്പോഴും ജപമാലയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അവരുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പിള്ളേരെന്നുള്ളതിലൊക്കെ ഒന്നിച്ച് കൂട്ടി വൈകുന്നേരങ്ങളിൽ പള്ളിയിൽ ചെന്ന് കൊന്ത ചെല്ലാനായിട്ട് വിളിക്കുമായിരുന്നു. കൊന്ത ചൊല്ലി കഴിയുമ്പോഴത്തേക്കൊക്കെ സമ്മാനങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യുമായിരുന്നു. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കുർദുകൾ അദ്ദേഹം നിര്യാതനായിപ്പോയി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. ഞങ്ങളുടെ ചെറിയ ക്ലാസ്സുകളായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും സെമിനാറിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അവിടെ വന്നിട്ട് ആ ഒരു കാലത്ത് 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ പഠിക്കുന്ന അവസരത്തിലൊക്കെ ആയിരിക്കാം, അൾത്താര ബാലകരെയും ഒക്കെ ഇങ്ങനെ ഒരു ശനിയാഴ്ച രാവിലെ പള്ളിയുടെ സമീപത്ത് നിർത്തിക്കൊണ്ട്, അച്ഛൻ്റെ മുറിയുടെയൊക്കെ ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഒരു കടലാസ് എടുത്തിട്ട് വേറൊരു കടലാസ് കൊണ്ട് മൂടി പിടിച്ചിട്ട് ഇതിനകത്തുള്ള പടം ആരുടെയാണ് എന്താണെന്ന് പറയാമെങ്കിൽ അവർക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. കുറച്ചു നേരം അച്ഛൻ ആ കാർഡും മറച്ചു പിടിച്ചിരിക്കുന്ന കടലാസും എല്ലാം ഞങ്ങളുടെ നേരെ ഉയർത്തിപ്പിടിച്ചു. വെളിച്ചത്തിന് അഭിമുഖമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പിടിച്ചുകൊണ്ടിരുന്നു. ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ നോട്ടത്തിൽ ഒരു പൂച്ച നിൽക്കുന്ന പോലെയാണ് ഇങ്ങനെ തോന്നിയത്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അതങ്ങോട്ട് മാറ്റി. പക്ഷേ പുറത്തെ കടലാസിൽ കണ്ട പൂച്ചയുടെ രൂപമൊന്നും ആയിരുന്നില്ല അകത്തുണ്ടായിരുന്നത്. അച്ഛൻ ആരോ അയച്ചു കൊടുത്ത ഒരു കാർഡിലുണ്ടായിരുന്ന ഗ്രീറ്റിംഗ് കാർഡാണ് കാണിച്ചത്, മറ്റൊരു തരത്തിൽ. പക്ഷെ അച്ഛൻ അന്ന് വളരെ ആഘോഷമായിട്ട് സമ്മാനം തന്നു. ജപമാലയാണ് തന്നത്. അതിനുശേഷം ചെയ്ത് മെയ് മാസ രാജ്ഞിയെ കിരീടം ധരിപ്പിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. മെയ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളെന്നൊക്കെ ഇന്നാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. വണക്കമാസ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പോയിട്ട് അവിടെ പോയി മാതാവിൻ്റെ രൂപത്തിലേക്ക് ആഘോഷമായിട്ട് എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് മാതാവിനെ കിരീടം ധരിപ്പിച്ച് പ്രാർത്ഥിക്കാനും വണങ്ങാനും പ്രത്യേകമായൊരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതൊരു സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മയാണ്. പിൽക്കാലത്ത് എപ്പോഴും ഒക്ടോബർ മാസ ഭക്തിയിലും
ജപമാല ഭക്തിയിലും വളർന്നു വരുവാൻ, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനൊക്കെ ഈ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. പിൽക്കാലത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എന്നെ സെമിനാറിലേക്കൊക്കെ അയച്ച ബഹുമാനപ്പെട്ട പീറ്റർ ഡിക്രൂസ് അച്ഛൻ എല്ലാ സമയത്തും കൊന്തയൊല്ലി പ്രാർത്ഥിക്കുന്ന അച്ഛനായിരുന്നു. ഞങ്ങൾ പലപ്പോഴും പല യാത്രകൾക്കൊക്കെ പോകുമ്പോൾ, ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് കയ്യിൽ കൊന്തയെടുക്കും, അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പുറകിൽ നിന്ന് ബസ്സിൻ്റെ സീറ്റിൽ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കും, അച്ഛൻ്റെ തല വന്ന് ഇടിക്കുന്നത് തടയാനായിട്ട്. കയ്യെ മുട്ടിയാലും അച്ഛൻ്റെ തല കമ്പിയിൽ ഇടിക്കരുതല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ യാത്രയിലും കാര്യങ്ങളിലും ഒക്കെ രാപകൽ ജപമാല പ്രാർത്ഥിക്കുന്ന വൈദികനായിരുന്നു അദ്ദേഹം. അത്ഭുതകരമായിട്ട് ഓർക്കുന്നൊരു കാര്യം, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള അനുസരിച്ചും പറഞ്ഞു കേട്ടുള്ള അനുസരിച്ചുമൊക്കെ അച്ഛൻ രാത്രി വളരെ വൈകിയ യാമങ്ങളിൽ പള്ളിയിലെ ഒരു കുമ്പസാരക്കൂടുണ്ട്, അതിൻ്റെ സീറ്റിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രിയിൽ നേരത്തെ തന്നെ ജപമാല പ്രാർത്ഥന പൂർത്തിയാക്കി, തൻ്റെ പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കി അച്ഛൻ പതിവില്ലാതെ മുറിയിലേക്ക് നേരത്തെ പോയി. ആ രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലുമൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ മുഖവാരം തകർന്നു വീണു. ഒന്നും തന്നെ കേടായില്ല, മറ്റു വശത്തേക്ക് മറിഞ്ഞതുകൊണ്ട്. പക്ഷെ എങ്ങനെയോ ഒരു കല്ലിങ്ങോട്ട് വീണത് കുമ്പസാരക്കൂടിനകത്തുണ്ടായിരുന്ന കസേര തകർത്തു. അച്ഛൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കസേര തകർന്ന് തരിപ്പണമായി. മറ്റൊന്നിനും കുഴപ്പം പറ്റിയില്ല. കെട്ടിടം തകർന്നു പോയെങ്കിൽ പോയി. അത്ഭുതകരമായിട്ട് ആ പ്രാർത്ഥന നേരത്തെ പൂർത്തിയാക്കിയത് മറിയത്തിൻ്റെ വലിയ സംരക്ഷണമാണ്. അച്ഛനൊന്നും പറ്റിയില്ല. ദേവാലയം ഞങ്ങൾക്ക് പിൽക്കാലത്ത് അതിമനോഹരമായ വിധത്തിൽ പുതുതായി നിർമ്മിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. കാലപ്പഴക്കമേറിയ ദേവാലയത്തിന് പകരം വലിയൊരു ദേവാലയം പുതുതായി നിർമ്മിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ അച്ഛനാണ് എന്നെ സെമിനാറിലേക്ക് പറഞ്ഞയച്ചത്. പ്രാർത്ഥനയുടെ വലിയൊരു ബലം, പ്രത്യേകിച്ച് കൊന്തയുടെ ബലവും ശക്തിയും സെമിനാറിലേക്കുള്ള തിരഞ്ഞെടുക്കപ്പെടലിലും അയക്കലിലും എനിക്കുണ്ട്. കാരണം എൻ്റെ മാതാപിതാക്കന്മാരുടെ ഏക മകനാണ് ഞാൻ. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, വളരെ പരിമിതമായ കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സെമിനാറിലേക്ക് പോകുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഡിക്രൂസ് അച്ഛൻ പ്രാർത്ഥനയുടെ ബലത്തിൽ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും, എന്നെ അനുകൂലിക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ലെങ്കിലും മാതാപിതാക്കന്മാരെയൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കൊണ്ട് കൊന്തയൊല്ലിക്കൊക്കെ ചെയ്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ച് എന്നെ സെമിനാറിലേക്ക് വിട്ടത്. ക്ലാസ് പാസ്സായ ശേഷം സെമിനാരിയിലേക്ക് ചേരുവാൻ പോയി. സെമിനാറിലേക്ക് ചേരാനുള്ള യോഗ്യതകളിലൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഏക കാര്യം കൊന്ത ചൊല്ലാൻ അറിയാമോ എന്നൊക്കെയാണ്. സെമിനാരിയിൽ പ്രവേശിക്കാൻ എന്നെ വ്യക്തിപരമായിട്ട് സഹായിച്ച കാര്യം ജപമാല തന്നെയാണ്. എൻ്റെ മാതാപിതാക്കന്മാർ സെമിനാരിൽ ചേരുവാനുള്ള സമ്മതം നൽകിയതും സെമിനാറിലേക്ക് ഞാൻ സ്വീകൃതനായി തീർന്നതുമൊക്കെ ജപമാല പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് വിശ്വസിക്കുന്നു. സെമിനാറിലെത്തി കഴിയുമ്പോൾ കൊന്ത വലിയൊരു ആശ്രയമാണ്. സെമിനാരി വേറൊരു ലോകമാണ്. സാധാരണ പഠിച്ചു വന്ന നാടൻ സ്കൂളിൻ്റെ ഭാഷയല്ല, പിന്നെ ഇംഗ്ലീഷാണ് എല്ലാം ഉള്ളത്. ഗ്രാമീണ മേഖലകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്നും വരുന്നവർക്ക് അത് ഒട്ടും അറിയാത്തൊരു കാര്യം കൂടിയായിരിക്കും. അവിടെ ആ ഒരു സെമിനാരി ഭാഷയിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരാൻ സഹായിക്കുന്ന കാര്യം, വീടിൻ്റെ ചുറ്റുപാടുകളും സെമിനാരിയുടെ ചുറ്റുപാടുകളുമായുള്ള ബന്ധത്തിൻ്റെ കാര്യം ജപമാല പ്രാർത്ഥനയാണ്. വീട്ടിൽ കൊന്തയില്ലതുപോലെ തന്നെ സെമിനാരിലും കൊന്തയില്ല. പരിചയമുള്ള ഏക കാര്യം, രണ്ടും തമ്മിൽ ഘടിപ്പിക്കുന്ന കാര്യം, ആശ്രയമായിരിക്കുന്ന കാര്യം, വീട്ടുകാരുടെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന ഒരനുഭവം കൂടിയാണ് സെമിനാറിലെ കൊന്തയും പ്രാർത്ഥനയൊക്കെ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് വാക്കുകളിൽ ഗ്രാഹ്യം നേടാൻ സഹായിക്കുന്നത് ജപമാലയാണ്. ജപമാലയുടെ മലയാളം, ജപമാലയുടെ ഇംഗ്ലീഷ്, ഈ വാക്കുകൾ പഠിച്ച് അവസാനം അത് സെമിനാരി ഭാഷയിലേക്കും ജീവിതത്തിലേക്കും മറിയത്തിൻ്റെ കൈപിടിച്ച് കടന്നു പോകും. സെമിനാരിൽ പഠിക്കുന്ന അവസരത്തിൽ ആദ്യത്തെ സെമിനാരിലെ 3 വർഷക്കാലത്ത് അഭിമന്യ കൊർന്നേലിയോസ് പിതാവിൻ്റെ ജപമാല പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഇടപെടൽ ഓർക്കുന്നുണ്ട്. സൗകര്യപ്രദമായ സമയത്താണ് കൊന്ത ടൈം ടേബിളിൽ ക്രമീകരിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തെ വിനോദങ്ങൾക്കൊക്കെ ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് ഒന്നിച്ച് വന്നിരുന്ന് പഠിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ചാപ്പലിൽ പോയി കൊന്തയില്ല, തിരിച്ചു വന്ന് അത്താഴം കഴിക്കുക. പിന്നെ കൊർന്നേലിയോസ് പിതാവ് സെമിനാരിൽ വരികയും
ടൈം ടേബിളൊക്കെ ചുമ്മാ അതിങ്ങനെ ശ്രദ്ധിച്ച സമയത്ത് പറഞ്ഞു, പഠിച്ച് ക്ഷീണിച്ചു കഴിഞ്ഞല്ല കൊന്തയിലുണ്ട്. പ്രാർത്ഥനയുടെ സമയം ഏറ്റവും ശ്രദ്ധയുടെ സമയമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സമയമായി പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കണമെന്നുള്ള ജീവിത പാഠം അഭ്യുന്ന പിതാവ് ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉള്ള പോലെ നല്ല സമയം, സന്ധ്യാസമയം സെമിനാരിലെ ജപമാല പ്രാർത്ഥനയ്ക്കായിട്ട് രൂപപ്പെടുത്തുകയും ചെയ്തു. അഭ്യുന്ന കൊർന്നേലിയോസ് പിതാവ് മാതൃഭക്തിയിലും പ്രത്യേകിച്ച് ജപമാല തീഷ്ണതയിലും എരിഞ്ഞ് ജ്വലിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക എപ്പോഴും മറിയത്തോട് അടുത്ത് നിൽക്കുവാൻ, മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് പോകുവാൻ സഹായിച്ചിട്ടുണ്ട്. ജപമാല ധ്യാനവും പ്രാർത്ഥനയുമാണ് അതിന് വഴിയായിട്ട് അഭ്യുന്ന പിതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മൈനർ സെമിനാരി ദിനങ്ങൾക്ക് ശേഷം മേജർ സെമിനാരിലേക്ക് എത്തുന്നു. ആലുവ പൊന്തിഫിക്കൽ സെമിനാരി അന്ന് ജപമാല പോലെ വളരെ വിപുലമായൊരു സംഭവമാണ്. 3 റീത്തിലെയും പെട്ട ദിവ്യരഹസ്യങ്ങൾ പലതുള്ളതുപോലെ, എല്ലാ രഹസ്യങ്ങളും ഒന്നു ചേരുന്നത് പോലെ 3 റീത്തിലെയും പെട്ടവർ, കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നും തന്നെയുള്ള സഹോദരർ ഒന്നിച്ചു വരുന്ന ഒരു വലിയ ലോകം. പരസ്പരം അറിയാനോ പരിചയപ്പെടാനോ, മലയാള ഭാഷയുടെ തന്നെയാണെങ്കിൽ നീട്ടുകളും കുറുക്കുകളും ഒക്കെയായിട്ട് വ്യത്യസ്തങ്ങളായൊരവസരത്തിൽ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു വലിയ സമയം കൊന്തയാണ്. പല സ്ഥലത്തും പല ഇയറിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുകയും ബാച്ച് ബേസിൽ കുർബാന അർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ജപമാല പ്രാർത്ഥന ഒന്നിച്ചായിരിക്കണമെന്ന് അന്ന് നിഷ്ഠയുണ്ടായിരുന്നു. ഒരേ സമയത്ത് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുമിപ്പിച്ച വൈദിക വഴിയിൽ വളർത്തിയെടുത്ത ജപമാല പ്രാർത്ഥനയാണ് വൈദിക പരിശീലന കാലം മുഴുവനും ആശ്രയമായിട്ടുണ്ടായിരുന്നത്. ഒക്ടോബർ മാസത്തിൽ ജപമാലയുടെ പ്രത്യേക ഭക്തിമാസമായി സെമിനാരിയിലും ആചരിക്കപ്പെട്ടിട്ടുണ്ട്. സെമിനാരി പരിശീലനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ജപമാല ആശ്രയമായിരുന്നു. ഒറ്റയ്ക്ക് ജപമാല പ്രാർത്ഥിക്കാനും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാനും ജപമാലയിൽ ആശ്രയിക്കാനും മറിയത്തിൻ്റെ സാമീപ്യത്തിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ വളരാനുമൊക്കെ ആ കാലം ഒത്തിരി വലിയ പരിശീലനം നൽകി. ഒരു വിധത്തിൽ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ ജപമാലയിലൂടെ ലഭിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ ദൈവശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് ഈ പരിശീലന കാലത്തെല്ലാം പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ലളിതമായിട്ടും ഹൃദിസ്ഥമായിട്ടും ജപമാലയിലൂടെ മറിയം നൽകുന്ന ദിവ്യരഹസ്യങ്ങളുടെ സന്ദേശം ദൈവശാസ്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും പിൻബലത്തിലൂടെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് 10 വർഷക്കാലം. മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഈശോയോട് ചേർന്ന് നിൽക്കലിൻ്റെയും കുരിശിൻ്റെ ചവിട്ട് നിൽക്കലിൻ്റെയുമായ ചൈതന്യമാണ് യഥാർത്ഥത്തിൽ സെമിനാരി പരിശീലനത്തിൻ്റെ ദീർഘവർഷങ്ങളിലൂടെ ആചരിക്കാൻ സാധിക്കുന്നത്. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദൈവിക വെളിപാടിൻ്റെയും സ്വർഗീയ മഹത്വത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളുടെ ജീവിതം നയിക്കാൻ സെമിനാരി പരിശീലനം സഹായിച്ചത് മറിയത്തിൻ്റെ വലിയ അനുഗ്രഹത്താലാണ്. ആയിരത്തി 1991 ഡിസംബർ 23 ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന ശേഷം ഏതാനും നാളുകൾക്ക് ശേഷം ഹൈറേഞ്ചിലുള്ള വണ്ടിപ്പെരിയാർ സ്വർഗാരോപിത മാതാവിൻ്റെ ദേവാലയത്തിലേക്കാണ് അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഞാൻ പോയത്. മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയം, മാതാവിനോട് പ്രത്യേകമായ ഭക്തിയുള്ള ബഹുമാനപ്പെട്ട വികാരിച്ചനും സിസ്റ്റേഴ്സും പ്രത്യേകിച്ച് ജനങ്ങളും അവരോടൊപ്പമായിരുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഹൈറേഞ്ചിൻ്റെ കാലാവസ്ഥയും ജീവിതശൈലികളും ഒന്നും ഒട്ടും പരിചിതമല്ലെങ്കിലും മാതാവിനുള്ള ഭക്തി ഒരു പൊതു ഘടകമായിട്ട് നിലനിന്നതുകൊണ്ട് ഒട്ടും പ്രയാസം തോന്നിയില്ല. ഓർക്കുന്ന കാര്യം ഇതാണ്, സായാഹ്നങ്ങളിൽ വന്നു ചേർന്നിരുന്ന കൂട്ടുകാരായ യുവാക്കന്മാർ ഏതാനും പേര്, 6-7 പേര്, അവരുമൊക്കെ ആയിട്ട് മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം പള്ളിക്കകത്ത് കയറി കൊന്ത ചെല്ലാനിടയായിട്ടുണ്ട്. ആ ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് ഇന്ന് 2 പേര് വൈദികരായിത്തീർന്നു. അതിലേറെ പേര് സെമിനാറിലേക്ക് വന്നുവെങ്കിൽ പോലും. മറ്റൊരു കാര്യം ഓർക്കുന്നത് ഇതാണ്, അല്പം അകലെ വനത്തിലേക്ക് അല്പം പ്രവേശിച്ച് കഴിഞ്ഞുള്ള ഒരു ചെറിയ ഗ്രോട്ടോയിൽ ആഴ്ചയിൽ ഒരിക്കൽ ആ പ്രദേശത്തുള്ള യുവജനങ്ങളുമായി കൊന്തയൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു.
ഉച്ച കഴിഞ്ഞ സമയത്ത്. അത് യുവജനങ്ങൾക്ക് ഒരു വലിയ സന്തോഷമായിരുന്നു. അവർ അവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് അവരെല്ലാം സഭയുടെ ശുശ്രൂഷകരും സഭയിൽ നല്ല കുടുംബജീവിതം നയിക്കുന്നവരുമായിട്ട് കാണപ്പെടാനിടയായിട്ടുണ്ട്. മാതാവിൻ്റെ സഹായം, ജപമാല ഭക്തിയും സഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും പ്രത്യേകിച്ച് പൗരോഹിത്യ സന്യാസ സമർപ്പണത്തിനുള്ള പ്രചോദനമായും തീരുമെന്നുള്ള ഒരു അനുഭവ പാഠം എനിക്ക് ലഭിച്ചു. അതിനുശേഷം വന്നത് ഒരു നഗരത്തിലേക്കാണ്, പെരുമ്പാവൂർ പ്രദേശത്ത്. നഗരമാണെങ്കിലും ഗ്രാമമാണെങ്കിലും എല്ലായിടത്തും ജപമാല ഭക്തി എല്ലാവരുടെയും ജീവനാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ഗ്രാമീണ മേഖലകളിലും സെമിനാരിയിലായിരുന്നപ്പോഴും നഗരമേഖലയിലുമൊക്കെ ദൈവജനത്തെ നയിക്കുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്, ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കും അപ്പുറമായിട്ട് പോലും ജപമാലയിലുള്ള പങ്കാളിത്തമാണ്. ഒക്ടോബർ മാസത്തിലെ 10 ദിവസത്തെ ജപമാല ആചരണം ഇടവക ജനത്തിൻ്റെയും ആ പ്രദേശത്തിൻ്റെയും മുഴുവൻ സവിശേഷമായ ഭക്തിയായി രൂപപ്പെടുന്നത് കാണാനിടയായിട്ടുണ്ട്. വലിയ മഴയുള്ളപ്പോഴും നല്ല കാലാവസ്ഥയുള്ളപ്പോഴും ഒക്കെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് ജപമാല അർപ്പിച്ച് സന്തോഷചിത്തരായി ഭവനങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്ന ഒരു ജനസമൂഹത്തെ ജീവിതത്തിൻ്റെ ശക്തിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രൂപതയുടെ പല ഭാഗങ്ങളിലുമായിരുന്നപ്പോഴും പല ഭക്തികളുമുള്ളപ്പോഴും പല പ്രതിസന്ധികളുമുള്ളപ്പോഴും പലതരത്തിലെ കാലാവസ്ഥയുള്ളപ്പോഴും ഒക്കെ എല്ലായിടത്തുമുള്ള കാര്യം ജപമാല ഭക്തിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അമേന്നൂർ എന്ന് പറയുന്ന ഇടവകയിൽ പെട്ടെന്നൊരു ഒരു സന്ദേശം ലഭിച്ചതനുസരിച്ച് കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ഭവനങ്ങളുടെയും മുറ്റത്തുകൂടി അല്ലെങ്കിൽ തിണ്ണയും പടിയിലും ചെന്ന് മുട്ടുകുത്ത് നിന്ന് ജപമാലയുടെ ഓരോ രഹസ്യം ആ കുടുംബ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഒക്കെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ ജപമാല റാലികൾ കുടുംബങ്ങളും കുടുംബ കൂട്ടായ്മ വഴി നടത്താനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ജപമാലയുടെ ഒരു മാറ്റവും ചൈതന്യവും അനുഭവവേദ്യമാക്കിയ സംഭവമായിട്ട്, എനിക്ക് അനുഭവവേദ്യമാക്കിയ സംഭവമായിട്ട് അമേന്നൂരിനെ ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരുടെയും ഭവനങ്ങളിലൂടെയൊക്കെ ചെന്ന് അവരുടെ പടിവാതിക്കലൊക്കെ മുട്ടുകുത്ത് നിന്ന്, ഞാൻ തന്നെ മുട്ടുകുത്ത് നിന്ന് കൊന്തയുടെ ഒരു രഹസ്യമൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിന്നീട് അവരൊക്കെ വളരെ ഭക്തിയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, തുടർന്ന് കൂടെ വരാനും പിന്നെ പള്ളി വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു മാറ്റം ഉൾക്കൊള്ളുന്നവരായിട്ട് അവരെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇങ്ങനെ പല കാലങ്ങളിലും ജപമാലയുടെ ഭക്തി ചൈതന്യത്തോടെ ആചരിക്കുമ്പോൾ ഇടവക തന്നെ നവീകൃതമായി തീരുന്നുണ്ട്. ഇടവക ജനം കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ, കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബങ്ങൾ ഐക്യപ്പെടാൻ, ഒരുപക്ഷെ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ, അങ്ങനെ കുടുംബങ്ങളുടെ പ്രാർത്ഥനയും ജീവിതവുമായിട്ട് ജപമാല തീരുന്നത് ഇടവകയുടെ കൂട്ടായ്മയുടെയും വിശുദ്ധീകരണത്തിൻ്റെ അടയാളമായിട്ട് അത് വരുന്നത് കാണാൻ സാധിക്കും. വളരെ പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ വലിയ തിരുനാളുകളൊക്കെ നടത്തുമ്പോഴും ഉണ്ടാവാത്തതിനേക്കാളും വലിയ അനുഗ്രഹങ്ങൾ 10 ദിവസത്തെ ജപമാല പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും കുമ്പസാരിക്കുന്നു, എല്ലാവരും പള്ളിയിൽ വരുന്നു, കുർബാന സ്വീകരിക്കുന്നു, കുടുംബങ്ങൾ അച്ചടക്കം ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ മാറിപ്പോകുന്നു, വിശ്വാസത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നു, ആരോഗ്യം വീണ്ടും കിട്ടുന്നു. ഇങ്ങനെ ദൈവജന സമൂഹത്തെ മുഴുവനും വളർത്തിയെടുക്കുന്ന, ഉണർത്തിയെടുക്കുന്ന അത്ഭുതകരമായ മാസമായിട്ട് ഒക്ടോബർ മാസത്തെ ഓർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ ജപമാലയുടെ ഭക്തിയും ആചരണവും ദൈവജനത്തെ, ഇടവക സമൂഹത്തെയൊക്കെ വളർത്തുകയും ഐക്യപ്പെടുത്തുകയും വിശ്വാസ ജീവിതത്തിൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഓർമ്മയുണ്ട്. പാഴൂരെ മൗണ്ട് കാർമൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് ഒരു വലിയ ജപമാല രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. എല്ലാവരും അതിന് പെട്ടെന്ന് തന്നെ സമ്മതം പറഞ്ഞു. എല്ലാ കുടുംബങ്ങളും എല്ലാ ഭവനങ്ങളിലേക്കും 11 മുത്തുകൾ വീതം നൽകി. അത് ചെറിയ പ്ലാസ്റ്റിക് ബോളുകളുടെ മുത്തുകളാണ് കൊടുത്തത്. 11 ദിവസമെങ്കിലും ഓരോ പ്രത്യേക നിയോഗാർത്ഥം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു നിശ്ചിത ദിവസം അവരെല്ലാവരും അത് ദേവാലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. കുടുംബനാഥന്മാർ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അങ്ങനെ പറയുമ്പോൾ അതെന്തായി തീരും എന്നറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഒരിക്കലും കാണാത്തതുപോലെ കുടുംബനാഥന്മാരുടെ വലിയ പങ്കാളിത്തം ആ ദിവസത്തിൽ അനുഭവപ്പെട്ടു. ദേവാലയത്തിൽ ഓരോരുത്തരായി
11 മുത്തുകൾ അടങ്ങിയ പാക്കറ്റുകൾ പ്രാർത്ഥനയോടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചയായിട്ട് സമർപ്പിച്ചു. പിന്നീട് അത് പലരുടെ സഹായത്താൽ അതൊരു വലിയ ജപമാലയായിട്ട് രൂപപ്പെടുത്തുകയും കുരിശും അതിൻ്റെ ലോക്കറ്റുമൊക്കെ പ്രത്യേകമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. കുരിശായിട്ട് തിരഞ്ഞെടുത്തത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ധരിക്കുന്ന പെക്ട്രൽ ക്രോസ്, അദ്ദേഹത്തിൻ്റെ കുരിശിൻ്റെ അതേ രൂപം തന്നെ ചിത്രീകരിച്ചെടുത്തു. ആ ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമരത്തിൻ്റെ പൂന്തോപ്പിലമ്മയുടെ രൂപവും വിമലഗിരിയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന വിമലഹൃദയ തിരുസ്വരൂപത്തിൻ്റെ രൂപവുമാണ് ജപമാലയുടെ സമ്മേളന സ്ഥാനത്ത് ലോക്കറ്റായിട്ട് രൂപപ്പെടുത്തിയെടുത്തത്. പലരുടെ സഹായത്താൽ ദേവാലയത്തിന് പുറത്തും വഴിയിലുമൊക്കെ ആയിട്ട് ഉയർത്തി സ്ഥാപിച്ചു. 300-ലേറെ കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മുത്തുകൾ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ ജപമാല. ഇത് പലരുടെയും ശ്രദ്ധയ്ക്ക് കാരണമായി തീർന്നു. ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ പ്രത്യേകമായ വിധത്തിൽ. പക്ഷേ ആ ദിവസങ്ങളിൽ പേര് വെച്ചും വെക്കാതെയുമായിട്ട് ചില എഴുത്തുകൾ പോസ്റ്റിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് വിമർശന രൂപേണയുള്ള എഴുത്തുകൾ തന്നെയായിരുന്നു. പരിശുദ്ധ കന്യകാമരത്തിൽ ഭക്തിയില്ലാത്തവരും അമ്മയുടെ മാധ്യസ്ഥത്തെ എതിർക്കുന്നവരുമായ വിഭാഗങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എഴുത്തെഴുതി. അവർക്കുള്ള മറുപടി അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. അവരിത് കണ്ടു. പരിശുദ്ധ കന്യകാമരത്തോടുള്ള ഭക്തിയിൽ ഐക്യപ്പെടുകയും വളരുകയും ചെയ്യുന്ന ജനസമൂഹം ഉണ്ട് എന്നൊരു സാക്ഷ്യം അവർക്ക് ലഭിച്ചു. അതിലുപരി ഇടവക സമൂഹത്തിന് അനുഭവം ഉണ്ടായി. പിൽക്കാലത്തും ആ ജപമാല, കുരുത്തെടുത്ത ജപമാല ഏറ്റവും ആദരപൂർവ്വം അവർ സൂക്ഷിക്കുന്നതും പല ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഉയർത്തി സ്ഥാപിക്കുന്നതും കാണാനിടയായിട്ടുണ്ട്. അതേ കാര്യം തന്നെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാനായിരിക്കുന്ന മുണ്ടക്ക ഇടവകയിൽ വന്നപ്പോഴും ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ നാമത്തിലുള്ള പാപികളുടെ സങ്കേതമായ പരിശുദ്ധ കന്യകാമരത്തിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണിവിടെ. എല്ലാ സമയത്തും ജപമാല പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയത്തിലുണ്ട്. പ്രത്യേകിച്ച് ഒരു ദിവസം 4 പ്രാവശ്യം വെളുപ്പിന് 5 മണിക്കും തുടർന്നുള്ള പല സമയങ്ങളിലും പൊതുവായിട്ട് കൊന്ത ചെല്ലുന്ന, അനുദിനവും കൊന്ത പ്രാർത്ഥിക്കുന്ന, പരസ്യമായി ചെല്ലുന്ന വലിയൊരു പാരമ്പര്യവും അനുഗ്രഹവും ഈ ദേവാലയത്തിനുണ്ട്. ഇവിടെയും 750ഓളം കുടുംബങ്ങൾ ചേർന്ന് വലിയൊരു ജപമാല ഈ തരത്തിൽ രൂപപ്പെടുത്തുകയുണ്ടായി. അതിലെല്ലാവരും സജീവതയോടെ പങ്കുചേർന്നു. നഗര സ്വഭാവമുള്ള ഒരു പ്രദേശമാണിത്. ഗ്രാമീണ മേഖലകളുമുണ്ട്. ഒത്തിരി വ്യാപകമായ സ്ഥലങ്ങളിൽ മനുഷ്യർ താമസിക്കുന്നു. എല്ലാവരും പങ്കുചേരുന്ന ഒരു കാര്യമായിട്ട് അത് മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. പരിശുദ്ധ കന്യകാമരത്തോടുള്ള ഭക്തി എല്ലാവരും ഐക്യപ്പെടുത്തുന്നു. ജപമാല കുടുംബത്തെ ഐക്യപ്പെടുത്തുന്നു, ഭക്തിയിൽ ഐക്യപ്പെടുത്തുന്നു. അത് മറ്റുള്ളവരിലേക്കും വളരാനായിട്ട് ഇടയാക്കി തീർക്കുകയും ചെയ്യുന്നു. ജപമാലയുടെ ഭക്തിയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സാഹചര്യം പ്രത്യേകമായി ഞാൻ ഓർക്കുന്നത് വിജയപുരം രൂപതയുടെ ഏതദ്ദേശീയ ആദ്യത്തെ മെത്രാനായ, രൂപതാംഗമായ ആദ്യത്തെ മെത്രാനായ അഭിവന്യ പീറ്റർ തുരുത്തിക്കോണം പിതാവിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഒരു ജപമാല ഭക്തനാണ്. പ്രത്യേകമായ വിധത്തിൽ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തോടൊപ്പം പ്രത്യേകമായ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷനായിട്ട് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിതനായി തീർന്നു. തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരികയും വളരെ വേഗത്തിൽ ഹാർട്ടിൻ്റെ ഇൻറ്റൻസീവ് കെയറിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് പറഞ്ഞൊരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, വളരെ ഗൗരവമാണെന്ന് പറഞ്ഞു. അവർ ട്രോളിയിൽ ഓടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ സ്റ്റെപ്പ് കയറി ഓടി തിയേറ്ററിൻ്റെ വാതിക്കലെത്തി. തിയേറ്ററിലേക്ക് കയറുന്ന സമയത്ത് അഭിവന്യ പിതാവ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ കാണിക്കുകയും ഇങ്ങനെ കാണിക്കുകയും ചെയ്തു. കൊന്ത ചെല്ലുന്ന അടയാളമാണ് കാണിച്ചത്. കൊന്ത വേണമെന്ന് പറഞ്ഞ് കൊന്ത കൊടുത്തു. പിന്നെ മെത്രാനായതുകൊണ്ട് ഡോക്ടേഴ്സ് തിയേറ്ററിൻ്റെ രീതിയും ഇൻറ്റൻസീവിൻ്റെ രീതിക്കും അപ്പുറമായിട്ട് കൊന്ത കൈമാറാനായിട്ട് അനുവദിച്ചു. അരനിമിഷം കൊണ്ട് തന്നെ എൻ്റെ സന്ദർശനം പൂർത്തിയാക്കി എന്നെ പുറത്തേക്ക് മാറ്റിയിട്ട് ഡോർ അടച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴും ഞങ്ങളെ വിളിച്ച് കാണിക്കുകയുണ്ടായി ഡോക്ടേഴ്സ് അഭിവന്യ പിതാവിൻ്റെ അവസ്ഥ. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നീര് വെച്ച് വീർത്തിരുന്ന മുഖം ഒരുപക്ഷെ ഒരു കൊന്ത ചൊല്ലി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് നോർമലായിത്തീരുകയും എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അഭിവന്യ പിതാവ് പ്രാർത്ഥനാ പുസ്തകം വാങ്ങിച്ച് പ്രാർത്ഥിച്ചു. വേഗം തന്നെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹം റിക്കവർ ചെയ്യുകയും ചെയ്തു. അതൊരു വലിയ അടയാളവും അത്ഭുതവുമായിട്ട് തോന്നുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിൽ അനിതര സാധാരണമായ സംഭവങ്ങളൊന്നും പറയാനില്ല. എൻ്റെ കൊച്ചു ജീവിതത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലും ലോലമായ മേഖലകളിലുമൊക്കെ
ഏറ്റവും ചെറിയ സാഹചര്യത്തിൽ തീർന്നു പോകാതെയും തളർന്നു പോകാതെയും എന്നെ താങ്ങി നിർത്തിയത് പരിശുദ്ധ കന്യകാമരത്തോടുള്ള ജപമാലയിലെ ഐക്യമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. പ്രാർത്ഥനയിലും വിശ്വാസത്തിൻ്റെ വളർച്ചയിലും സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മയിലും സർവോപരി ദൈവിക രഹസ്യങ്ങളിലെ പങ്കാളിത്തത്തിലും ജപമാലയിലൂടെയാണ് കടന്നു പോകാൻ സാധിച്ചിട്ടുള്ളത്. വളരെ നേർത്തതും ലോലവുമായ എൻ്റെ ജീവിതത്തെ കുഴപ്പങ്ങൾ കൂടാതെ താങ്ങി നടത്തിയത് പരിശുദ്ധ കന്യാമരത്തോടുള്ള ഭക്തിയും ജപമാലയിലുള്ള എൻ്റെ ആശ്രയത്വവുമാണ്. ജപമാല പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ നയിക്കാനും ഞാൻ എന്നും അതുകൊണ്ട് തന്നെ പ്രതിജ്ഞാബദ്ധനാണ്. പരിശുദ്ധ കന്യാമരത്തോടുള്ള ഭക്തി ജപമാലയിലൂടെ ദൈവശാസ്ത്രപരമായി തന്നെ നമ്മളെ ഐക്യപ്പെടുത്തട്ടെ. സഭയുടെ വൈവിധ്യത്തിലും നമ്മളെ ഐക്യപ്പെടുത്തുന്ന ദിവ്യരഹസ്യമാണ് ജപമാല. ഈ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന.